വിശ്വസിക്കുന്നു. ചില സമയങ്ങളിൽ അല്ലെങ്കിൽ പലപ്പോഴും റിജക്ഷൻ എന്നൊരു വേർഡ് കൂടെ ബാങ്കിൽ നിന്ന് കേൾക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബാങ്കിൽ നിന്ന് ലോൺ പാസ്സാവാതിരിക്കുക അല്ലെങ്കിൽ ലോൺ റിജക്റ്റ് ആവുന്ന ഒരു അവസ്ഥ വരുന്നത്? അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണം. പറഞ്ഞു തരാനായിട്ട് ക്യാപിറ്റൽ കിങ്ഡം ഫിനാൻസിന്റെ സിഇഒ സഞ്ജയ് സേതുമാധവൻ കൂടെ ഉണ്ട്. അപ്പൊ സർ പറയൂ, എന്താണ് ഈ റിജക്റ്റ് ആയി ലോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന കുറെ ഓഡിയൻസ് ഉണ്ട്. ലോൺ കിട്ടാതിരിക്കാനുള്ള ഫസ്റ്റ് റീസൺ വരുന്നത് സിബിലാണ്. സിബിൽ നിങ്ങൾ എന്തെങ്കിലും ഡിഫോൾട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. രണ്ടാമത്തെ കാര്യം വരുന്നത് നിങ്ങളെ പറ്റി എൻക്വയറി ചെയ്യുന്ന സമയത്ത് ബാങ്ക് എൻക്വയറി ചെയ്യുന്ന ഫീൽഡ് വെരിഫിക്കേഷൻ. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ നൈബറോ ആരെങ്കിലും നിങ്ങളെ പറ്റി ഒരു മോശം അഭിപ്രായം കമന്റ് കൊടുത്തു കഴിഞ്ഞാൽ റിജക്ട് ആയിരിക്കും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അത് വെറുതെ ഒരാൾ പറയില്ല, അത് പറയുന്നതിൽ ഒരു സത്യാവസ്ഥ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ക്രെഡിറ്റ് മാനേജർ ഒരു ക്രെഡിറ്റ് വെരിഫിക്കേഷൻ കോഡ് ഉണ്ട്. അതൊരു മിസ്മാച്ച് ആയിട്ടുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ റിജക്ട് ആയിരിക്കും. പിന്നെ ഓവർ ലിവറേജ്, നിങ്ങളൊരു 3-4 സ്ഥലത്ത് ഒരുമിച്ച് ലോൺ എടുത്തിട്ടുണ്ട്, വേറെ EMI സർവീസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളുടെ സാലറി ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് റിജക്ട്. അതായത് ഒരു ലോണ് പെർട്ടിക്കുലർലി നിൽക്കുമ്പോൾ വേറൊരു ലോൺ കിട്ടില്ല, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. അതായത് നിങ്ങൾ ഒരു ലോൺ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറെ ലോൺ കിട്ടാൻ എലിജിബിൾ ആണ്. എങ്ങനെ അപ് ടു 60% ഓഫ് ദി സാലറി നിങ്ങൾക്ക് EMI ആയിട്ട് ഉപയോഗിക്കാം. അത് എക്സീഡ് ചെയ്യാൻ പാടില്ല, ഇൻക്ലൂഡിംഗ് കറന്റ് ലോൺ EMI. അതാണ് അതിന്റെ ക്രൈറ്റീരിയ. അതുകൊണ്ട് ലോൺ എടുക്കുമ്പോൾ മനസ്സിലുണ്ടാവേണ്ട കാര്യം 60% ഞാൻ എക്സീഡ് ചെയ്തില്ല. അതല്ല, പ്രൊവൈഡ് നിങ്ങൾ സാലറി ഇപ്പോൾ 1 lakh ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഗോ അപ് ടു 75 വരെ പോകാൻ പറ്റും. ഓക്കെ, എനിക്ക് തോന്നുന്നു മലയാളീസിന് പൊതുവെ എന്ന് പറഞ്ഞ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഇൻകം വരാറില്ലേ പലപ്പോഴും പ്രൈവറ്റ് സെക്ടറിലൊക്കെ. അങ്ങനെ ഒരു പ്രവണതയൊക്കെ അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബേസിക് സാലറിയുടെ മുകളിലാണ് ഈ കാൽക്കുലേഷൻ. നെറ്റ് ക്രെഡിറ്റിന്റെ മുകളിലാണ് വരുന്നത്. പേ സ്ലിപ്പിൽ വരുന്ന നെറ്റ് ക്രെഡിറ്റിന്റെ മുകളിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. എലിജിബിൾ ഫോർ ഇൻസെന്റീവ് ചില ബാങ്ക്സ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 month കണ്ടിന്യൂസ് ആയിട്ട് ഇൻസെന്റീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലാതെ ഒരു വൺ ടൈമിൽ വന്നുകൊണ്ട് നമ്മൾ അത് ഇൻകം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ കാണുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കുഞ്ഞ് അഡ്വൈസ് ഉണ്ടായിരിക്കും. കാരണം അവർക്കൊക്കെ ഭാവിയിൽ ഫിനാൻഷ്യലി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത്ര ശതമാനം രൂപ സേവ് ചെയ്ത് വെക്കണം, അങ്ങനെ എന്തെങ്കിലും. നമ്മളെപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു EMI എടുക്കുക. എപ്പോഴും ഒരു 40% ബഫർ നമുക്ക് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വെക്കുക. EMI 60 തന്നെ നിർത്തുക. അതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്, സേഫസ്റ്റ് പ്ലാൻ. അതായിരിക്കും. ഈ അഡ്വൈസ് പാലിച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടി തന്നെ ജീവിക്കാമെന്ന്. ഓക്കെ, അപ്പൊ ഇനിയും നമുക്ക് ഇതുപോലത്തെ കുറെ വിശേഷങ്ങൾ അറിയണം. ഇനിയുള്ള വീഡിയോസിലൂടെ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ Instagram ഒന്ന് ഫോളോ ചെയ്യുക. Thank you so much. Thank you.